പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ വാഴ്ത്തുന്നു, സ്വർഗീയ പിതാവെ ആരാധിക്കുന്നു, സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഈ ഒരു ദിവസം കൂടി തന്ന് അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. നാഥ, ഈ സമയം അവിടുത്തെ പക്കലായിരിക്കാൻ അടിയനെ ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം. അനേകം മക്കൾക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വീണ്ടും വീണ്ടും അനേകം മക്കൾക്ക് വേണ്ടി അവരുടെ കഷ്ടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം അടിയനെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവിടുത്തെ സ്തുതിക്കുന്നത് എത്ര അഭികാമ്യമാണെന്ന് അവിടുത്തെ വചനം പറയുന്നു കർത്താവേ. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ഹൃദയം കൊണ്ട്, ആദരം കൊണ്ടും ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നടിയൻ വചനം വായിക്കുവാനിടയായല്ലോ. ദൈവം തന്ന ജ്ഞാനത്താൽ ദാനിയേൽ പ്രവാചകൻ്റെ 3-ാം അധ്യായത്തിൽ നിന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അടിയനെ വെളിപ്പെടുത്തി തന്ന ഈ ഒരു വചനം 24-ാം വാക്കിൽ 3 യുവാക്കന്മാരുടെ കീർത്തനമാണല്ലോ അവിടെ നിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. കർത്താവെ, ആ 3 യുവാക്കന്മാരെ തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ച ദൈവമേ, ഞങ്ങൾ വേദനയാൽ കഴിയുന്ന ഓരോ മക്കളെയും ആ തീച്ചൂളകളിൽ നിന്ന് അവിടെ നിന്ന് സംരക്ഷിക്കണമേ കർത്താവെ. 4-ാമനായി അവിടുന്ന് കൂടെ ആയിരിക്കണമേ അപ്പ. 3 യുവാക്കന്മാരിലും കർത്താവെ, ബന്ധനസ്ഥനായിരുന്നപ്പോൾ ബന്ധനസ്ഥനല്ലാതിരിക്കുന്ന എൻ്റെ ദൈവം ആ മക്കൾക്ക് കാവലായി കൂടെ ഇരുന്നത് പോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ദൈവം കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഷ്ടങ്ങളിലായിരിക്കുന്നവരെ, വേദനയിലായിരിക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപയും കരുണയും നിറയ്ക്കണമേ. കരുണയുടെ ഈ സമയം ഓരോ കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കണമേ അപ്പ. വേദനകളെല്ലാം മാറ്റി കർത്താവിൻ്റെ കാരുണ്യം തൂകി സന്തോഷമുള്ളവരായി ജീവിപ്പാൻ എൻ്റെ ഈശോ ഞങ്ങളെയും ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.